ആ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഋഗ്വേദത്തിനെ പറ്റി പറയേണ്ട വിഷയം, ഇതിൻ്റെ പേര് നാനാഭേദപ്രകാശിനി എന്നാണ്. അതെന്താണെന്ന് വിശദീകരിച്ചേണ്ടി വരും. ഈ നമ്മൾ നാ എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ദേവനാഗരിയിൽ എഴുതുമ്പോൾ അതിൻ്റെ ഉച്ചാരണം രണ്ട് തരത്തിൽ നമുക്ക് കേൾക്കാം. ഒന്ന് നാ, ഒന്ന് നാ. വനം എന്നുള്ളത് ഒരു തരത്തിലുള്ള നാ. നാരായണൻ എന്ന വാക്കിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള അത് നാ. അപ്പോൾ നാ നാ. ഇനി ഒരു പദം തന്നെ എടുക്കുക. നാന, പലതരത്തിലുള്ള എന്ന് പറയുമ്പോൾ നാന എന്ന് പറയുമല്ലോ. എഴുതിൽ ഒരു തരത്തിൽ ഒരേ രീതിയിലാണ് ഈ രണ്ടക്ഷരങ്ങളും. നാ നാ എന്ന് ഉച്ചരിക്കുമെങ്കിലും എഴുതി കാണുമ്പോൾ ഒരേ തരത്തിൽ തന്നെയാണ്. അത് കേൾവി കൊണ്ട് മാത്രമേ അറിയുള്ളൂ അതിലേതാണ് നാ, ഏതാണ് നാ എന്നുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഋഗ്വേദത്തിൽ ഈ നായും നായും എവിടെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള വ്യത്യാസത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു സംരംഭമാണ് നാനാഭേദപ്രകാശിനി. ഇതിൻ്റെ ഈ ഒരു വർക്ക് എന്ന് പറയട്ടെ, ഈ വർക്കിൻ്റെ ആരംഭം അതിൻ്റെ അല്ലെങ്കിൽ ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഋഗ്വേദം ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് വേദത്തെ രണ്ടാമത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ പദങ്ങളിൽ ഈ ന എന്നുള്ള അക്ഷരം വരുമ്പോൾ അത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാവണില്ല. അപ്പോൾ സംശയം വരുമ്പോൾ നോക്കുമ്പോൾ അത് ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് ചില നിയമങ്ങളുണ്ട്. എവിടെയാണ് ന എന്ന് ഉച്ചരിക്കേണ്ടത്, എവിടെയാണ് ന എന്ന് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഋജുനീതീനോ വരുണ എന്നൊരു ഋഗ്വേദ ഭാഗമുണ്ട്. ഋജുനീതി എന്നാണോ പറയേണ്ടത്, ഋജുനീതി എന്നാണോ ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളതിനെ പറ്റി പരിശോധിച്ചപ്പോൾ അതിൻ്റെ നിയമങ്ങളൊക്കെ പ്രകാശിതമാവാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു, എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തു. ആ ഇടയ്ക്ക് വേദധ്വനിയുടെ പത്രാധിപരോ എല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും ഋഗ്വേദത്തിനെ പറ്റിയിട്ട് ഒരു ലേഖനം അതിലെഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എഴുതിയ ഞാൻ ഉണ്ടാക്കിയ ആ നാനാഭേദത്തെ പറ്റി എന്ന് പറയട്ടെ, നാനാഭേദത്തെ പറ്റി ഉണ്ടാക്കിയ നോട്ടുകളെല്ലാം കൂടി ഒരു സംസ്കൃത വാക്യങ്ങളാക്കിയിട്ട് കൊടുത്തു. അത് ഒരു ലേഖന രൂപേണ പ്രസിദ്ധീകരിച്ചു. അതാണ് നാനാഭേദപ്രകാശിനി. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വിവരണം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ഒരു മംഗള ശ്ലോകം പോലെ പറയുന്നുണ്ട്, നത്വാ ഭക്തിയ ഗണേശാദീൻ, ഗണപതി മുതലായ അവരെയൊക്കെ ഭക്തിയോടുകൂടി നമിച്ചിട്ട്, പിത്രാദീൻ ച ഗുരൂൻ ഗുരുത്തമാൻ, പിതാവ് മുതലായ വേദ അധ്യാപന ചെയ്തിട്ടുള്ള ഗുരുക്കളിൽ ശ്രേഷ്ഠന്മാരെയും നമിച്ചുകൊണ്ട്, ഋഗ്വേദ ഗ്രന്ഥപാരായണേച്ഛൂനാം സുസഹായകി, ഋഗ്വേദ ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കാൻ ഇച്ഛിക്കുന്നവർക്ക് വളരെ സഹായം ആകുന്ന ഭേദകവാക്യാനാം ഏതേഷാം രചനാകൃത. അപ്പോൾ
നാനാഭേദങ്ങളെപ്പറ്റി വിവരിക്കുന്ന ഈ വാക്യങ്ങളുടെ രചന ആണ് ചെയ്തിട്ടുള്ളത്. ഏതാ സമ്യക് സമാവീക്ഷ്യ, ഇതിനെ നന്നായിട്ട് പരിശോധിച്ചിട്ട് ശുദ്ധ്യതാം വേദവിത്തമായി, വേദം പണ്ഡിതന്മാർ ഇതിനെന്തെങ്കിലും തെറ്റോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കണം. ഇതിലാണ് മംഗളശ്ലോകം. ഇനി അതിൻ്റെ വിഷയത്തിൽ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ തന്നെ സംജ്ഞാപ്രകരണമാണ്, പേര് കൊടുക്കലാണ്. അത് നാനാപദശ്രുതവും പ്രഥമ. ഇത് സംസ്കൃതം നിങ്ങൾക്ക് അറിയണമെന്നില്ല, എന്നാലും അത് ഞാൻ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നാനാ എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ, അതാണ് നാനാപദശ്രുതവും. നാനാ എന്ന പദം കേൾക്കുമ്പോൾ പ്രഥമ ആദ്യം കേൾക്കുന്ന ആ നാ, അതിന് പ്രഥമൻ, ഒന്നാമനായിട്ടുള്ള നാ എന്നാണ് ഉദ്ദേശം. പക്ഷേ അതിന് പേര് കൊടുത്തിട്ടുള്ളത് പ്രഥമൻ എന്നുള്ളതാണ്. കാരണം ഇങ്ങനൊരു പേര് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്നിന്ന സംബന്ധത്തിൽ നാ എന്നാണ് വേണ്ടത്, ഇന്നിന്ന സന്ദർഭത്തിൽ ന എന്നാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതിനൊരു പേര് കൊടുക്കണമല്ലോ. എഴുതുമ്പോൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓട്ടോമാറ്റിക്കായിട്ടുള്ള നാന, പുസ്തകത്തിൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ന എന്നുള്ളതാണ് ഉച്ചാരണമെങ്കിൽ അത് പ്രഥമൻ എന്നുള്ള, അതായത് ഒന്നാമത്തെ ന എന്നുള്ള പേര് കൊടുത്തു. പിന്നെ അടുത്ത വാക്യമാണ് ദ്വിതീയ, രണ്ടാമത് കേൾക്കുന്ന നഗാരത്തിന് ദ്വിതീയൻ എന്ന് പേര്. അപ്പോൾ പ്രഥമൻ എന്ന് പറയുമ്പോൾ ന എന്നും, ദ്വിതീയൻ എന്ന് പറയുമ്പോൾ ന എന്നും. ഇത് മാത്രമല്ല, ഇതൊക്കെ നീ നകാരം എന്നേ അർത്ഥമുള്ളൂ. ഇപ്പോൾ നീ, നു, നൃ, നേ ഇതൊക്കെ ഇതിൽ പെടും. ഇപ്പോൾ പ്രഥമൻ ആണെങ്കിൽ ന, നീ, നു, നൃ, നേ, നൗ ഒക്കെ പ്രഥമ ആയിട്ടുള്ള ന. പിന്നെ ന, നീ, നു, നൃ, നേ, നോ, നൗ ഇതൊക്കെ ദ്വിതീയ ന. അപ്പം അങ്ങനെ പേര് കൊടുക്കുകയാണ് ആദ്യത്തെ. ഇനി അടുത്തത് പറയാണ് പദപ്രകരണം. ഈ പദങ്ങളിൽ ഈ നഗാരം വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വിവരണം. അതാണ് പ്രകരണം എന്ന് പറഞ്ഞാൽ ആ വിഷയം എന്നർത്ഥം. അതാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ എവിടേക്കാണ് ഒരു പദത്തിൽ നഗാരം ഉച്ചരിക്കേണ്ടത്, എവിടേക്കാണ് നകാരം ഉച്ചരിക്കേണ്ടത്? ഇപ്പം നാന എന്നുള്ള പദം തന്നെ എടുക്കാം. നാന എന്നൊരു പദം ഋഗ്വേദത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ആദ്യത്തെ നാന്നാണ്, പിന്നത്തെ നാന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി വിവരിക്കാൻ പറയാണ്. അനേകാക്ഷര പദാദി പ്രഥമ. ഏകാക്ഷര പദം അതല്ലാത്തത്, അനേകാക്ഷരം. അങ്ങനെ പദങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒരക്ഷരം ഉള്ള പദം അതല്ലാത്തത്, അതായത് 2 or 3 അക്ഷരങ്ങളുടെ പദം. അപ്പോൾ അനേകാക്ഷര പദം എന്ന് പറഞ്ഞാൽ ഏകാക്ഷര പദം അല്ലാത്തത്, ഒരു അക്ഷരം അല്ലാത്ത പദം. അപ്പോൾ അനേകാക്ഷര പദാദി, അതിൻ്റെ തുടക്കം ആണ് പ്രഥമൻ നകാരം. ഒരു പദത്തിൻ്റെ അത് ഒരക്ഷരം മാത്രമല്ലാത്ത ഒരു പദമാണെങ്കിൽ അതിൻ്റെ ആരംഭത്തിൽ വരുന്നത് പ്രഥമ നകാരമാണ്. ഇപ്പോൾ നാന, നമ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ജാതിക. പിന്നെയും ധാരാളം ഉണ്ട്. നമ, നര, നൃമ്മണം ഇത്യാദി. അങ്ങനത്തെ എവിടേക്ക് വരണോ തുടക്കം, പദത്തിൻ്റെ തുടക്കം അത് പ്രഥമനായിട്ട് വരും. ഇനി
അതിൻ്റെ ചില അപവാദങ്ങളുണ്ട്. അല്ലാത്ത ദിക്കിലും ചിലപ്പോൾ കുറേശ്ശെ കാണാം. അതേതാണെന്ന് പറയണം. എപ്പോഴും ഒരു സാമാന്യ നിയമം പറയും, പിന്നെ അതിൻ്റെ അപവാദങ്ങൾ, അതിൽ പെടാത്ത ചിലത് അത് പ്രത്യേകം പറയാം. അപ്പോൾ 99% സാമാന്യ നിയമത്തിൽ പെടും. അത് പെടാത്ത ഏതാനും ചില സന്ദർഭങ്ങളുണ്ട്. അതാണ് ഉനക്തം വിനയന്തി വിനീയസേ നിനിവർത്തന ഏതേഷു ദ്വിതീയ. ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ദ്വിതീയ എന്നാണ്. അതായത് ഉനക്തം എന്ന് പറയുമ്പോൾ ഇതി നക്തം എന്നാണെങ്കിലും അത് നക്തം എന്നാണ് അതിൻ്റെ നക്തം എന്ന് പറഞ്ഞാൽ രാത്രി എന്നർത്ഥം. രാത്രി എന്നുള്ള അർത്ഥമുള്ള നക്തം എന്നുള്ള പദം ആയിലത്തെ എന്നുള്ളത് ഒരു പദത്തിൻ്റെ തടക്കാണ്. അപ്പോൾ ശരിക്കും എന്നാണ് വേണ്ടത്. പക്ഷേ യുഷ്മ ഉനക്തമൂതയെ, അതാണ് അവിടെ അതിൻ്റെ ഋഗ്വേദ സന്ദർഭം. യുഷ്മ ഉനക്തം. അപ്പോൾ അത് അവിടെ ഈ അനേകാക്ഷരപദ അതിപ്രഥമ എന്നുള്ളത് പിന്നെ അപവാദമാണ്. അപ്പോൾ അവിടുത്തെ നക്തം എന്നുള്ളത് പദാദിയാണെങ്കിലും ദ്വിതീയമായിട്ടാണ് ഋഗ്വേദത്ത് യുഷ്മ ഉനക്തമൂതയെ. അതുപോലെ വിനയന്തി, അത്യന്നമഹേ വിനയന്തി എന്നുള്ള ആ സന്ദർഭത്തിൽ നയന്തി എന്നുള്ളതാണ് പദങ്ങൾ. അപ്പം നയന്തി എന്നുള്ളതൊരു പദത്തിൻ്റെ ആരംഭമാണ്. പക്ഷേ സംഹിതയിൽ വിനയന്തി രണ്ടാമത്തെ അപവാദം. പിന്നെ വിനീയസേ, അത് ചെറുമാനത്തിലാണ് വരണേ. നിർഭിരി യതോ വിനീയസേ വിനീയസേ. ആ നീ എന്നുള്ളത് ആദ്യമാണ്, എന്നാലും സംഹിതയിൽ വിനീയസേ എന്നാണ്. നിനിവർത്തന അങ്ങനെ ഉണ്ട്. അതായത് നിവർത്തന വർത്തയ നിനിവർത്തന വർത്തയ എന്നുള്ളടത്ത് നിവർത്തന രണ്ട് പദങ്ങളാണ്. നിവർത്തന എന്നുള്ളതിൻ്റെ ആരംഭത്തിൽ നകാരാണ്, പദാദിയാണ്. അപ്പോൾ നിവർത്തന എന്നായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ സംഹിതയിൽ നിവർത്തന എന്നാണ്. അപ്പോൾ അത് ആദ്യം പറഞ്ഞതിൻ്റെ അപവാദങ്ങളാണ്. ഈ 4 1 2 3 4 സന്ദർഭത്തിലൊഴിച്ച് മറ്റുള്ള അവസരങ്ങളിലെല്ലാം ഒരു പദത്തിൻ്റെ ആരംഭമാണെങ്കിൽ നകാരം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഏകാക്ഷരം അല്ലാത്തത്, ഒന്നിലധികം അക്ഷരങ്ങളുള്ളത്. ഇനി അപ്പോൾ ഏകാക്ഷരം കഴിഞ്ഞപ്പോൾ മറ്റേ അനേകാക്ഷര പദത്തിൻ്റെയാണ് പറഞ്ഞത്. ഇനി അപ്പോൾ ഏകാക്ഷര പദങ്ങളുടെ കാര്യം പറയണമല്ലോ. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ വാക്യം ഏതൊക്കെയാണ് ഋഗ്വേദത്തിൽ വരുന്ന ഏകാക്ഷരങ്ങൾ എന്നതിൻ്റെ ലിസ്റ്റാണ്. നോ നട്ട്. അത് വായിക്കുമ്പോൾ അത് ഋഗ്വേദം അറിയാത്തവർക്ക് കുറച്ച് മനസ്സിലാവാൻ വിഷമമുണ്ടാവും. എന്നാലും അതിൻ്റെ ലിസ്റ്റുകൾ ഇതൊക്കെയാണ്. നട്ട് നി നു നൗ ന്യങ് ന്യട്ട്. ഇതൊക്കെയാണ് നകാരം ആരംഭത്തിലുള്ള ഏകാക്ഷരങ്ങൾ. അത് വാക്യമായിട്ട് പറയുമ്പോൾ സന്ധി പറയുമ്പോൾ നോ നൺ നിർ നു നൗ ന്യങ് ന്യഡ ഏകാക്ഷര പദാനി എന്നാണ്. അത് പദം മുറിച്ച് പറയാൻ കുറച്ച് വിഷമമുള്ളതാണ്. എന്നാലും ഒന്നും കൂടിയും പറയാം. പദച്ഛേദം ചെയ്ത് പറയാം. നട്ട് മാനോരക്ഷോ അഭിനഡ്യാതുമാവതാം എന്നുള്ളത്. നിരുസ്സുസാരം അസ്കൃതോത്സം എന്നൊക്കെ ഉണ്ടല്ലോ. നു ഇന്ദ്രാവരുണ നൂനുവാം. നൗ സമഞ്ജന്തു വിശ്വേദേവ സമാപോ ഹൃദയാനി നൗ സമ്മാതിരിശ്വാസം ദാത സമുദേഷ്ട്രി ദധാ നൗ എന്നുള്ള പദം. ന്യങ്ങുത്താനാം അന്വേഷി ഭൂമിം. ന്യട്ട് പെട്ടെന്നാണ് ഓർമ്മ വരണില്ല, എവിടെയുണ്ട്. ന്യക്
ന്യങ്, അങ്ങനെയാണ്. ന്യങ് യതിന്ദ്രപ്രാഗപാകുദന്യഗ്വ, അതാണ് ന്യക്ക്. പിന്നെ ന്യങ് എന്നുള്ളത് ന്യങ്ങുത്താന, ഇപ്പോൾ മുഴുവൻ കിട്ടി. ന്യങ്ങുത്താനാം അന്വേഷി ഭൂമിയും. ഇതൊക്കെയാണ് ഏകാക്ഷര ആയിട്ടുള്ള നകാരാദിയായിട്ടുള്ള പദങ്ങൾ. അത് ലിസ്റ്റ് തരലാണ്. അപ്പോൾ ന, നഹ്, നട്ട്, നീ, നിഹ്, നു, നൗ, ന്യക്, ന്യക്, ന്യങ്. ഇതാണ് ഏകാക്ഷര പദങ്ങൾ. പിന്നെ പറയാണ്, അപ്പോൾ ഇതിൽ എപ്പോഴും പ്രഥമ ന ആയിട്ടുള്ള ഇതിന്ന് നാണ് പ്രഥമൻ ആയിട്ടുള്ള പദങ്ങളെ ലിസ്റ്റ് തരാണ് അടുത്തത്. ആദ്യം ടോട്ടൽ ലിസ്റ്റ് തന്നു, പിന്നെ അതിൽ ന എന്ന ആയിട്ടുള്ള ലിസ്റ്റ് പറയാണ്. ന, നിർ, ന്യങ്, ന്യഡ, ന്യങ പ്രഥമ. അതായത് ന, നി, ന്യക്, ന്യങ് ഇതൊക്കെ ആരംഭത്തിൽ നകാരമാണ്. അജ്, പരോ, നോ, ദ്വിതീയ. പിന്നെ അടുത്ത പദമാണ് ന എന്നുള്ളത്. എവിടെയൊക്കെയാണ് ന എന്നുള്ളത്? പ്രഥമൻ എവിടെ, അതായത് ന എന്നാണ്. എവിടെയൊക്കെയാണ് ന എന്നാണെന്ന്. അപ്പോൾ ആദ്യത്തെ വാക്യം അതിന് സാമാന്യം നിയമമുണ്ട്, പിന്നെ അതിന് പുറമെ അതിന് ശേഷം അപവാദങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ നിയമം പറയണതാണ് സാമാന്യ നിയമം. അച്ച്, പരോ, നോ, ദ്വിതീയ. ഒരു അച്ചിന്, അതായത് സ്വരാക്ഷരത്തിന് പരമായിട്ട് വരുന്ന ന എന്ന പദം സാമാന്യന ദ്വിതീയാണ്. സാമാന്യ നിയമം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ആന, ആനോഭദ്ര, വിന, വിനാം പഥസ്സുവിതായ എന്നുള്ളത്. നൂന, നൂനസ്ത്വം രഥിരോ ദേവസോമ. അവിടെയൊക്കെ ആ വി എന്ന് പറയുമ്പോൾ വി എന്ന അക്ഷരമാണെങ്കിലും അതിൻ്റെ ആ വർണ്ണം വ പ്ലസ് ഇ ആണ്. അപ്പോൾ വി എന്നുള്ളത് അച്ചാണ്, സ്വരാക്ഷരമാണ്, സ്വരത്തിന് ശേഷം വരേണ്ടതാണ്. നു അതുപോലെ ഉ എന്നുള്ള അച്ചാണ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം വരുന്നത് ന എന്നുള്ള പദങ്ങൾ ഉദാഹരണമാണ്. ഇഷ്ടംപോലെ ഉദാഹരണം. മാന, കോന, വിന, ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട് ഇങ്ങനെ പറയണത്. സപരശ്ച, സപര എന്ന് പറയുന്നത് സ എന്നുള്ള പദത്തിന് ശേഷം വരുന്ന നകാരവും ന എന്നുള്ളതാണ്. സന, സനോ അദ്യവസുത്തയെ, സനോ മഹ് അനിമാന എന്നൊക്കെ ഉണ്ടല്ലോ. അത് പ്രത്യേകം പറയേണ്ട വിഷയം വന്നത് എന്താണെന്ന് വെച്ചാൽ സ എന്നുള്ള വിസർഗമാണ്, അകാര വിസർഗമാണ്. അപ്പോൾ അകാരം ഉണ്ട്, അപ്പോൾ അതിന് ശേഷം അച്ച്, പര എന്ന് വരും. അപ്പോൾ സന എന്ന് പറയാം. പക്ഷേ അതിന് അറിവുള്ള ആൾക്കൊരു ചോദ്യം വരാം. അത് അച്ചിൻ്റെ ശേഷമാണെങ്കിലും അതിന് ശേഷം ഒരു വിസർഗം കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇതിൽ പെടുമോ എന്നുള്ള സംശയം. അപ്പോൾ ആ സംശയം സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് ആണ് സനശ്ച, സന എന്നുള്ള സന്ദർഭങ്ങളിലും സ അതായത് ദ്വിതീയ ന ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്, സന എന്ന്. പിന്നെ അതിൻ്റെ അകാരപരമായിട്ടുള്ള ന എന്നുള്ള പദം ന എന്നാൽ തന്നെ ആയിക്കൊണ്ട്. ഇപ്പോൾ ന എന്നുള്ളതാണ് സാമാന്യം പറഞ്ഞിട്ടുള്ളത്. അച്പറാണെങ്കിൽ അല്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ ആകെ 4-5 ഉള്ളൂ. അതേതാണെന്ന് പ്രത്യേകം പറയണം. സുതേദധിഷ്വാഗ്നേതോകസ്യ ധിയോ യോ ഭിഖ്യ പൂഷൻ പൃതനാസു ന പ്രഥമ. ഈ സന്ദർഭങ്ങളിൽ അതായത് സുതേദധിഷ്വ സുതേ ദധിഷ്വ
അഗ്നയതോകസ്യ സുതേദധിഷ്വ എന്ന് കഴിഞ്ഞാൽ അഗ്നയതോകസ്യ നസ്തനേ തനൂനാം. ധിയോയോ ഈ ഗായത്രിയിൽ വരണതാണ്. ധിയോയോ എന്നാണ് നമ്മുടെ ഉച്ചാരണം ഋഗ്വേദത്തിൽ. യോ എന്നുള്ളത് അച്ചാണ്, സ്വരാക്ഷരമാണ്. അതിനുശേഷം സാമാന്യ നീങ്ങളാണെന്ന് വെച്ചാൽ യോന എന്നാണ്. അങ്ങനെ ഇഷ്ടം പോലെ ഋഗ്വേദത്തിലുണ്ട്. ഇനിയും യോന ആഗോ അഭ്യനോ ഭര യോനോ അഗ്നയ അരരിവ അങ്ങനെ പല ദിക്കിലും യോ എന്ന് കഴിഞ്ഞിട്ട് വരുമ്പോൾ യോനോ എന്നാണ്. പക്ഷെ ആകെ കൂടി ഒരു ദിക്കിൽ മാത്രം ഈ ഗായത്രി മന്ത്രത്തിലുള്ള യോ എന്ന് കഴിഞ്ഞിട്ടുള്ള നഗാരം മാത്രം പ്രഥമൻ യോന എന്ന്. പിന്നെ അപ്പോൾ സുതേ ദധിഷ്വ നശ്ചന അഗ്നയതോകസ്യ നസ്തനേ തനൂനാം ധിയോയോന പ്രചോദയാൽ. പിന്നെ നാലാമത് ഒരെണ്ണം കൂടി ഉണ്ട്. അഭിഖ്യം പൂഷൻ പൃതനാസു നസ്ത്വം. അഭിഖ്യം പൂഷൻ പൃതനാസു നസ്ത്വം എന്നുള്ളത് അത് യജ്ഞാവോ അഗ്നയ എന്നുള്ള ആ സൂക്തത്തിൽ വരുന്നതാണ്. അപ്പോൾ അവിടെയും ഈ അച്ച് പരമാണെങ്കിലും അത് ന എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ന എന്നുള്ളതിനെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത ഏകാക്ഷര പദം നട്ട് അതാണ്. അത് ദ്വിതീയ. അപ്പം അത് സംഹിതയിലെ നട്ട് എന്നാണ് പറയണേ. മാനോരക്ഷോ അഭിനഡ്യാതുമാവതാം. അങ്ങനെ ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ അതിൽ. പിന്നെ അനമന്യോജസ ദ്വിതീയ. അവിടെയും ഒരു പിന്നെ നീ എന്നുള്ള പദത്തിൻ്റെയാണ്. അനമന്യോജസ ദ്വിതീയ യോ നന്ദ്വാന്യനമന്യോജസ നന്ദ്വാനി അനമൽ നീ ഓജസ എന്നാണല്ലോ. അവിടെ നീ എന്നുള്ളത് ഒരു പദാരംഭമാണെങ്കിലും അനമന്യോജസ എന്നല്ല. യോ നന്ദ്വാന്യനമന്യോജസ അവിടെയുള്ള നീ എന്നുള്ള പദം ദ്വിതീയമായിട്ടാണ് വേണ്ടത്. പിന്നെ നു എന്നുള്ള പദമാണ്. അതാണ് വളരെയധികം വൈചിത്ര്യമുള്ളത്. ചില ദിക്കിൽ നു എന്നും ചില ദിക്കിൽ നു എന്നും ആണ് അതിൻ്റെ ഉച്ചാരണം. അപ്പോൾ സാമാന്യം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഈ സാമാന്യ നിയമം നു എന്ന് തന്നെ. അത് പദത്തിൻ്റെ ആദിയായതുകൊണ്ട് അതിൻ്റെ അപവാദങ്ങൾ എവിടെയൊക്കെയാണോ നു എന്നുള്ള പദം നു എന്നായിട്ട് ഉച്ചരിക്കേണ്ടത് എന്നതാണ് അടുത്തത്. അസ്മാഭിരൂനു ആദിന്നു അസ്മാഭിരൂനു ആദൂനുതെ അനുകൃതും. പിന്നെ യദിൻവിന്ദ്ര. പിന്നെ യ ഉനുതെ അസ്തി. പിന്നെ ഇന്ദ്രാവരുണ നൂനുവാം. അവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് ശരിക്ക്. നൂനു എന്ന് വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇന്ദ്രാവരുണ നൂനു ഇമാമൂനു കവിതമസ്യമായാം. ഇമാമൂനു തദൂനു എന്നത് ഇതമിത്ഥാരൗദ്രം കൂർത്തവച്ച ഈമഹേ തദൂനു എന്നുള്ള ഒരു അന്തത്തിൻ്റെ അവസാനം ഈമഹേ തദൂനു എന്നുണ്ട്. പിന്നെ ഏതോന്വിന്ദ്രം സ്തവാമ. അവിടെ നു എന്നുള്ള പദം നൂന്നാണ്. ക ഉനുതേ ഇന്ദ്രയ
ക ഉനു അവിടെ അതെ, അതും അതെ. കിമൂനു വ, കിം ഉ നു എന്നുള്ള അവിടുത്തെ നു എന്നുള്ളത് ദ്വിതീയാണ്. കോനു വാം, ക നു വാം എന്നുള്ളവിടുത്ത് നു എന്നുള്ളതാണ്. യദിൻവിന്ദ്ര, യദിൻവിന്ദ്ര എന്നല്ല, യദിൻവിന്ദ്ര. യദിചിൻ, യദിൻവിന്ദ്ര ദ്വിതീയ, അതെ. പിന്നെ അതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ദ്രാവരുണ നൂനുവാം, അത് ഏതാണ് ദ്വിതീയ? നു നു, രണ്ട് നു അടുപ്പിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഈ മുമ്പ് പറഞ്ഞ വാക്യത്തിൽ. അപ്പോൾ ഏതാണ് അതിൽ നു, ഏതാണ് അതിൽ നു എന്നുള്ള പറയാണ്. തേഷു ചതുർത്ഥേ ദ്വിതീയ ഏവ ദ്വിതീയ. ഇപ്പോൾ ഈ മുമ്പ് പറഞ്ഞ ലിസ്റ്റിൽ നാലാമത്തെ സന്ദർഭത്തിൽ രണ്ടാമത്തെ നു ആണ് ദ്വിതീയം. അതായത് ഇന്ദ്രാവരുണ നൂനു, ആ രണ്ട് നു നടുപ്പിച്ച് വരണേൽ രണ്ടാമത് വരണ നു ആണ് ദ്വിതീയം. അതായത് ഇന്ദ്രാവരുണ നൂനുവാം. അപ്പോൾ നു എന്നുള്ള പദത്താണ് ഏറ്റവും അധികം കോംപ്ലിക്കേഷൻ ഉള്ളത്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ വേളിയോത്തിൽ വരുന്നുണ്ട്. വേളിയോത്തിൽ 2 തവണ നൗ. പിന്നെ ഇനി അവസാനം പറയുന്നത് നൗ എന്നുള്ള പദം എവിടെയൊക്കെയാണ് നൗ എന്ന് ഉച്ചരിക്കേണ്ടത്, എവിടെയൊക്കെയാണ് നൗ എന്ന് ഉച്ചരിക്കേണ്ടത്. അപ്പം നൗ എന്നുള്ള പദത്തിൻ്റെ ഏകാക്ഷര പദത്തിൻ്റെ കാര്യമാണ് പറയണത്. അനു, ഗർഭേനു, അനുനൗ, അന്തം പൂർമ്മ വരണില്ല, അനുനൗ എന്നുണ്ട്. അപ്പോൾ അത് അവിടെ അനു. കഥവത് ക്വ നൗ, ത്യാനി നൗ, ഗർഭേനു നൗ ജനിതാ ദമ്പതിക, ഹൃദയാനി നൗ, സമഞ്ജന്തു വിശ്വേദേവ സമാപോ ഹൃദയാനി നൗ. അപ്പോൾ ഈ വാക്യം എങ്ങനെയാണ്? അനു, ക്വ, ത്യാനി, ഗർഭേനു, ഹൃദയാനി. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള വരണ നൗ എന്നുള്ള പദം നൗ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏകാക്ഷര പദങ്ങളുടെ കാര്യം കഴിഞ്ഞു. ഇതൊക്കെ താല്പര്യമുള്ളവർക്ക്, പ്രയോഗിക്കണം എന്നുള്ളവർക്ക് ഇതിൻ്റെ ഇപ്പം ഞാൻ പറയുന്ന മലയാളത്തിൽ പറയണതൊക്കെ സംസ്കൃതത്തിൽ അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ അതിൻ്റെ ഏതൊക്കെയാണ് അവസരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നൗ എന്നുള്ളതിൻ്റെ പറയാണ്, അതിൻ്റെ വിവരണത്തിൽ പറയാണ്. നൗ പദസ്യ ദ്വിതീയത്വേന ഉച്ചാരണ സ്ഥാനാനി ഉച്യന്തേ. ദ്വിതീയ നൗ എന്നായിട്ട് ഉച്ചരിക്കേണ്ട കാര്യങ്ങൾ പറയാണ്. താന്യേതാനി, സംസ്കൃതം അറിയാവുന്നവർക്കാണ് ഇത് പറയുന്നത്. താന്യേതാനി, അത് താഴെ പറയുന്നവയാണ്. അരാതീവാചിദ്രി അനുനൗ ശൂരമംസത്തെ. പിന്നെ ക്വാത്യാനി നൗ, ഗർഭേനു നൗ, സമഞ്ജന്തു വിശ്വേദേവ സമാപോ ഹൃദയാനി നൗ. ഇതൊക്കെ പറഞ്ഞത് എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാക്യം പറയുമ്പോൾ അത് മുഴുവൻ മനസ്സിലാവാൻ കുറച്ച് വിഷമമുണ്ട്, അതിൻ്റെ ആ പദങ്ങളുടെ സന്ധിയൊക്കെ ചെയ്തിട്ട്. പക്ഷേ ഈ വർക്കിൽ, ഈ ലേഖനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഏകാക്ഷര പദത്തിൻ്റെയും അനേകാക്ഷര പദത്തിൻ്റെയും സാമാന്യ നിയമങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. ഇനി
പറയണത് പദമധ്യപ്രകരണം. ആരംഭത്തിലാണല്ലോ പറഞ്ഞത്. ഇനി പദത്തിൻ്റെ ഇടയിൽ ഉള്ള കാര്യങ്ങളാണ് പറയണത്. യജ്ഞനിഷ്കൃതോ നാഭാനേദിഷ്ഠ പുരുനിഷ്ഠിതേ പുരുനിഷ്ഠിത്വാനം പുരുനിഷ്ഠശബ്ദേഷു ച തൃതീയ പ്രഥമ. അതായത് ആദ്യം പറഞ്ഞിട്ടുണ്ട് അനേകാക്ഷരപദാതി പ്രഥമ ദ്വിതീയോ ദ്വിതീയ എന്നുള്ളത്. അതായത് അനേകാക്ഷരപദാതി പ്രഥമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരണതൊക്കെ പ്രഥമ ഒന്നാമത്തെയാണ്. അതിൻ്റെ അതല്ലാത്ത അപവാദങ്ങൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അണ്ടർസ്റ്റുഡ് എന്താണെന്ന് വെച്ചാൽ പദത്തിൻ്റെ നടുവിൽ വരുന്നതൊക്കെ ന എന്നുള്ളതാണ്. ഇപ്പോൾ അനന്താസ നോക്കിയിട്ടുണ്ടല്ലോ, ധാരാളം ഉണ്ടാവും. വിമോചനം, നിഷദനം, വിവർത്തനം, വിമോചനം, അതൊക്കെ പിന്നെ വരണതാണ്. ഈ പദ ആദ്യമല്ല, അതൊക്കെ ന എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അപവാദങ്ങൾ പറയാണ്. യജ്ഞനിഷ്കൃതോ നാഭാനേദിഷ്ഠ പുരുനിഷ്ഠിതേ പുരുനിഷ്ഠിധ്വാനം പുരുനിഷ്ഠശബ്ദേഷു ച തൃതീയ പ്രഥമ. മൂന്നാമത്തെ അക്ഷരമായിട്ട് വരണ നകാരാണ്, പദാദിയൊന്നുമല്ല. അപ്പോൾ എന്നാലും അത് നാന്നായിട്ട് ഉച്ചരിക്കണം. ആദ്യത്തെയാണ് യജ്ഞനിഷ്കൃത. യജ്ഞനി കൃത എന്നുള്ള ആ ഭാഗത്തിൽ യജ്ഞനി ആണ്. നടുക്കിലാണെങ്കിലും യജ്ഞനി അല്ല എന്നർത്ഥം. പിന്നെ നാഭാനേദിഷ്ഠ, ഒറ്റപദമാണ് നാഭാനേദിഷ്ഠ. അവിടെ നേ എന്നുള്ളത് ഒരു പദത്തിൻ്റെ മധ്യത്തിലാണ്, എങ്കിലും നേ പ്രഥമ നകാരം ആയിട്ടാണ് അതിൻ്റെ ഉച്ചാരണം. പുരുനിഷ്ഠിത, അവിടെ അത് പുരുനീസിധ മൂന്നാമത്തെ അക്ഷരമാണ്, നടുക്കിലാണ് വരണേ. അതുകൊണ്ട് പുരുനിഷ്ഠിത എന്നാണ് സാമാന്യ നിയമം. പക്ഷേ അതിൻ്റെ അപവാദമായിട്ട് പുരുനിഷ്ഠിത, പുരുനിഷ്ഠിധ്വാനം അതേപോലെ തന്നെ. പിന്നെ പുരുനിഷ്ഠ, അപ്പോൾ ഈ അവസാനത്തെ മൂന്നെണ്ണം പുരുനി എന്നുള്ളതാണ് വരണത്. അപ്പോൾ അതിൽ ഈ മൂന്നാമത്തെ ആയിട്ട് വരുന്ന നകാരം നടുക്കിലാണെങ്കിലും പ്രഥമ നകാരമായിട്ട്, അതായത് ന എന്നായിട്ടാണ് ഉച്ചരിക്കേണ്ടത്, അല്ലാതെ ന എന്ന്. അതായത് യജ്ഞനിഷ്കൃത നാഭാനേദിഷ്ഠ പുരുനിഷ്ഠിത പുരുനിഷ്ഠിധ്വാനം പുരുനിഷ്ഠ അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. യജ്ഞനിഷ്കൃത നാഭാനേദിഷ്ഠ പുരുനിഷ്ഠിതേ പുരുനിഷ്ഠിധ്വാനം പുരുനിഷ്ഠ എന്നുള്ളത്. അതാണ് അതിൻ്റെ വിവരണമായിട്ട് സംസ്കൃതം അറിയാവുന്നവർക്ക് പറയാം. ഉപര്യുക്ത പദേഷു തൃതീയസ്ഥാനെ വിദ്യമാനെ നകാര പ്രഥമത്വേന ഉച്ചാരിതവ്യ അന്യത്ര പദമധ്യഗത നകാരസ്യ ദ്വിതീയത്വേന ഉച്ചാരണം കർത്തവ്യം എന്നുള്ളത് അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാക്യമുണ്ട്, അതിൻ്റെ വിവരണമുണ്ട്. ഞാൻ ആദ്യം ഈ വിവരണം വായിച്ചില്ല, അതും കൂടി ആവാമായിരുന്നു. കാരണം ഈ ശ്രോതാക്കൾ സംസ്കൃത അഭിജ്ഞന്മാരാണോ അറിയില്ല, അതുകൊണ്ട് വേണമെന്ന് സംശയമായി. ഏതായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ അതോട് കൂടിയിട്ട് തന്നെ പറയാം. അപ്പോൾ അത് ലിസ്റ്റൊക്കെ പറയാനും എളുപ്പമാണ്. ഇനി അടുത്തതാണ് ഒടി വരുമല്ലോ. ഒടി വരുമ്പോൾ രണ്ട് ഭാഗമുണ്ട്. പദം ഒന്നാണ്, പക്ഷേ അതിന് രണ്ട് ഭാഗം ഉണ്ടാവും. ഒടിച്ച് പറയുമ്പോൾ, അവഗ്രഹിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗവും ഒരാരംഭം തന്നെയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വേണ്ടത്, നകാരമാണോ നകാരമാണോ എന്നുള്ളതിൻ്റെ പ്രകരണം, ആ വിഷയം. ഇങ്ക്യോത്തരാദി പ്രകരണം, ഇങ്ക്യം കഴിഞ്ഞ് പിന്നെ വരുന്നതിൻ്റെ ആദി ആരംഭം എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത വിഷയം.
അപ്പോൾ അതിൻ്റെ സാമാന്യ നിയമമാണ് ഇങ്ക്യോത്തരാദി. ഇങ്ക്യം എന്ന് പറഞ്ഞാൽ ഒടി എന്നർത്ഥം, അവഗ്രഹം കഴിഞ്ഞ് അവഗ്രഹം. അപ്പോൾ ഇങ്ക്യോത്തരാദി പ്രഥമ, ഒരു ഒടി കഴിഞ്ഞ് പിന്നത്തെ തുടങ്ങണ അക്ഷരം സാമാന്യ നിയമം പ്രഥമ എന്നാണ്, അതായത് നകാരാണ്. ഇങ്ക്യപദം എന്ന് വെച്ചാൽ അതിൻ്റെ വിവരമുണ്ട്, ഖണ്ഡിത പദം, മുറിച്ചിട്ടുള്ളത്, ഒടിച്ച പദം. താദൃശേ പദേ പൂർവഭാഗ ഉത്തരഭാഗശ്ച സ്ത, അങ്ങനെ രണ്ടുണ്ടാവുമല്ലോ, ഒരു ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം. തയോ ഉത്തരഭാഗാദി നകാര, ഉത്തരഭാഗത്തിൻ്റെ തുടക്കത്തിലുള്ള നകാരം പ്രഥമത്വേന ഉച്ചാരണീയ, നകാരമായിട്ട് പ്രഥമ നകാരമായിട്ട് ഉച്ചാരണം ചെയ്യപ്പെട്ടതാണ്. യഥാ, ഉദാഹരണത്തിന് ഋജുനീതി, ശതനീഥ, വാമനീതി. അപ്പോൾ ഋജുനീതി എന്നാണ്, ഋജുനീതി. ശതനീഥ, ശതനീഥ, വാമനീതി. അതൊക്കെയാണ് ഉദാഹരണങ്ങൾ. എന്നാൽ അതിന് കുറച്ച് അപവാദങ്ങളുണ്ട്, അതാണ് അടുത്ത് പറയാൻ പോണേ. എപ്പോഴും സാമാന്യ നിയമമാണ് മാക്സിമം. അതിൻ്റെ ഒരു അപവാദമാണ് പറയണത്. ഉന്നിനീഥോ, ഉന്നിനീഥ നിനയേ, നിനമേ, നിനമേ, ഉന്നിനീഥോ നിനമേ സനേമി വിനയ സുനിധ വിനിക്ഷേ വിനുദോ. ഇതൊക്കെ ദ്വിതീയ ആണ്. ഇതൊക്കെ ഒടിച്ച പദങ്ങളാണ് കേട്ടോ. ഉൽ നിനീഥ, അതിൻ്റെ നി നമേ, നിനമേ എന്നാണ്, നീ നമേ എന്നല്ല, സനേമി. അപ്പോൾ അത് സഹ നേമി ഒടിച്ച പദമാണ്. അപ്പോൾ സനേമി എന്നാണ് സാമാന്യ നിയമം. പക്ഷേ സനേമി എന്നുള്ള ആ സന്ദർഭത്തിൽ സനേമി എന്നാണ്. വിനയ, സസന്നയ സവിനയ, സുനിധ, പിന്നെ വിനിക്ഷേ വിനുദ. ഏതേഷു ഉത്തരഖണ്ഡാരംഭോ നകാര സംഹിതായാം ദ്വിതീയത്വേന ഉച്ചാരണീയ. ഒരാരംഭമാണെങ്കിലും ദ്വിതീയ ഖണ്ഡത്തിൻ്റെ ഉത്തരഖണ്ഡത്തിൻ്റെ ആരംഭമാണെങ്കിലും ന എന്നല്ല ന എന്നാണ് ഈ അപവാദ സ്ഥാനങ്ങളിൽ ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം. അതുപോലെ കുറച്ചും കൂടി അതിൻ്റെ വിവരണമുണ്ട്. അസുനീതി, ആനന്ദ, പ്രണീതി, സനീള, സുനീതി, സുപ്രണീതി, സുനീത, സേനാനി, ഈ പദങ്ങളാണ് പറയണത്. അത് സന്ധി ചേർത്തിട്ട് ഒരു മാലയായിട്ട് എഴുതിയിട്ടുണ്ട്. അസുനീത്യാനന്ദ പ്രണീതി സനീള സുനീതി സുപ്രണീതി സുപ്രണീയസേ നാനി നാനി ശബ്ദേഷു ച. ഈ ശബ്ദങ്ങൾ, ഇത് ശബ്ദം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പദങ്ങളല്ല. അസുനീതേ അല്ലെങ്കിൽ അതിൻ്റെ വിഭക്തി രൂപങ്ങളും എല്ലാം ആ ശബ്ദം എവിടെയാണോ ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ എന്നുള്ളത് പറയാനാണ് പദത്തിന് പകരം ശബ്ദം എന്ന് പറഞ്ഞത്. അതിൻ്റെ സുനീത, സുനീതം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. സുനീത പദത്തിൻ്റെ തന്നെ വിഭക്തി പ്രത്യയങ്ങളൊക്കെ ആയിക്കൊണ്ട് അവിടെയൊക്കെ അതെല്ലാം ഓരോന്നോരോന്ന് പറയണില്ല. സുനീത ശബ്ദം എവിടെ വരണോ അതൊക്കെ ദ്വിതീയാണ്. അപ്പോൾ അസുനീതി ആനന്ദ, ആനന്ദ പ്രണീതി സനീള സുനീതി സുപ്രണീതി സുനീത സേനാനി ഏതേഷാം ശബ്ദാനാം വിഭക്തി വചനരൂപേഷു. ഏത് വിഭക്തിയായാലും ഏത് വചനാണെങ്കിലും ഇങ്ക്യോത്തര ആരംഭ നകാരസ്യ ദ്വിതീയത്വം ഭവതി.
അതും ആദ്യത്തെ വാക്യത്തിൻ്റെ ഒരു അപവാദമായിട്ടുള്ള വിവരണം. പക്ഷേ ഈ പറഞ്ഞതിന് വേറൊരു അപവാദമുണ്ടായി. അപവാദത്തിന് അപവാദം. സുനീതി എന്ന് പറയുന്നുള്ളൂ. സുനീതി സാധാരണയൊക്കെ സുനി എന്നുള്ള ദ്വിതീയാണ്. പക്ഷേ ഭവാസുനീതി രുതവാമനീതി അവിടെ സുനീതി പദമാണെങ്കിലും അവിടെ ആ ഒരു സന്ദർഭത്തിൽ സുനീതി എന്നാണ്. അത് അപവാദത്തിന് അപവാദം. അതെ, അപ്പോൾ അഷ്ടാദശമവാക്യാന്തർഗത സുനീതി ശബ്ദസ്യ ഏകമാത്രം അപവാദേന പ്രഥമത്വം. അപ്പോൾ ഈ 18ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത് സുനീതി അങ്ങനെ വേണമെന്ന്. അപ്പോൾ അതാണ് അഷ്ടാദശവാക്യ അന്തർഗത. അതിൽ പറഞ്ഞിട്ടുള്ള സുനീതി എന്നുള്ള പദത്തിന് ഒറ്റ അപവാദമുണ്ട് പ്രഥമം. അതാണ് ഭവാസുനീതി രുതവാമനീതി. ഭവാസുപാരോ അതിപാരയോനോ ഭവാസുനീതി രുതവാമനീതി ഇത്യത്ര സുനീതിപദേ നകാരസ്യ പ്രഥമത്വം. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഒടിച്ച പദങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി യുക്താക്ഷര പ്രകരണം. ഈ കൂട്ടക്ഷരങ്ങളിൽ എവിടെയൊക്കെയാണ് നകാരം വരിക എന്നുള്ളത് അതിൻ്റെ ആ വിഷയം. അപ്പോൾ പദമധ്യേ യുക്താക്ഷരാന്തർഗത നകാരസ്യ ഉച്ചാരണേ പ്രഥമത്വം ദ്വിതീയത്വമപി വിദ്യത്തെ. കൂട്ടക്ഷരങ്ങൾ ചിലത് നാന്നും ചിലത് ന എന്നും ഉണ്ട്. തദവഗമനായ ഏതൽ പ്രകരണം അത് മനസ്സിലാക്കി തരാനാണ് ഈ പ്രകരണം. യുക്തേ തഥദധാനാം പൂർവ പ്രഥമ. കൂട്ടക്ഷരങ്ങൾ വരുമ്പോൾ ത ഥ ദ ധ അതായത് ഈ തവർഗത്തിൽ വരണം. അപ്പോൾ ന ത ന്ത ന ഥ ന്ഥ ന ദ ന്ദ ന ധ ന്ധ അവിടെയൊക്കെ നാ തന്നെയായിട്ട് വരണം. ഇന്നധ ഇന്നത അങ്ങനെയൊന്നും പാടില്ല. ന്ധ തന്നെ വേണം. ത ഥ ദ ദ ധ ഇത്യേതേഷാം പൂർവേ യുക്തസ്യ നകാരസ്യ പ്രഥമത്വം അന്യഥാ ദ്വിതീയത്വം. അതായത് മറ്റുള്ള അക്ഷരങ്ങൾ ആണ് അതിൻ്റെ മുമ്പേ വരണമെച്ചാൽ ഈ തഥ ദധ അല്ലാത്തതാണെച്ചാൽ അത് ദ്വിതീയത്വമാണ്. ഉദാഹരണത്തിന് മന്മ, മന്മ എന്നല്ല മന്മ. ഇതിനെ പറഞ്ഞിട്ടുണ്ട് ത ഥ ദ ധ ഇത്യേഷാം പൂർവം യുക്തസ്യ നകാരസ്യ പ്രഥമത്വം അന്യഥാ ദ്വിതീയത്വം. ന്ത ന്ഥ ന്ദ ന്ധ ഏതേഷു പ്രഥമത്വം. പിന്നെ ന്മ ന്യ അന്യ എന്നൊക്കെ ഉണ്ടല്ലോ. പിന്നെ ന്വ ഏതേഷു ദ്വിതീയത്വം ച. താൻവോ ന്യക ന്യങ്ങശ്ച പ്രഥമത്വം ഏകാക്ഷര പദപ്രകരണേ ഉക്തം. ന്യക്ക് എന്നുള്ളതും ന്യങ് എന്നുള്ളതും ഒറ്റക്ഷരാവുകൊണ്ട് അത് നാന്നായിട്ട് ഉച്ചരിക്കുന്നത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് അത് അങ്ങനെ കൺഫ്യൂഷൻ വരണ്ടെന്നുള്ളതിന് അതുകൊണ്ട് അത് രണ്ടാമത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ യുക്തയെ നഹോത്തരോ ദ്വിതീയ. യുക്ത അത് നാന് മുൻപ് വരുമ്പോൾ ഇനി നാന് അത് രണ്ടാമത്തെ ഭാഗമായിട്ട് വരുമ്പോൾ എന്ത് വരും? യുക്താക്ഷരത്തിൽ ന എന്നുള്ളതിൻ്റെയും ഹ എന്നുള്ളതിൻ്റെയും ശേഷം വരുന്നത് ദ്വിതീയ. അതായത് അന്നം നാൻ തന്നെ വന്നിട്ട് പിന്നെ ഒരു നാന്നും കൂടിയും വരുമ്പോൾ ഇന്നാന്നാവുമല്ലോ, അത് അന്നം അതൊക്കെ ദ്വിതീയാണ്. പിന്നെ ഉദാഹരണം ഉണ്ടാവും അന്നം. പിന്നെ ഹായ്ക്ക് പകരം വരണം അഹ്നാം നോക്കിയിട്ടുണ്ടല്ലോ. അഹ്നി മഹ്ന
അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ മഹന എന്നൊന്നല്ല, അഹന എന്നൊന്നല്ല, മഹന, അഹ്നാം അങ്ങനെ വരണതൊക്കെ ദ്വിതീയാണ്. ന ഹ ഇത്യേതയോ പശ്ചാൽ യുക്തസ്യ നകാരസ്യ ദ്വിതീയത്വം അന്യത്ര പ്രഥമത്വം. ന ഹന ഇത്യേതയോ ദ്വിതീയത്വം. ബാക്കിയുള്ളതൊക്കെ അതുപോലെ കന, ഗന, പന, ഭന ആദിഷു പ്രഥമത്വം. അപ്പോൾ ഈ രണ്ട് അക്ഷരത്തിനോട് യുക്താക്ഷരത്തെങ്കിൽ ഈ രണ്ടാമത് വരുമ്പോൾ, നകാരം വരുമ്പോൾ ന എന്നും ഹന എന്നും മാത്രമേ ഈ ന എന്നായിട്ട് ഉച്ചരിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ അതിന് ഉദാഹരണം ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ പുണ്യാഹത്തിലൊക്കെ വരുമ്പോൾ ഉപപ്രിയം പനിപ്പനതം, പലരും പനിപ്പനതം എന്നൊക്കെ ചൊല്ലും. അല്ലെങ്കിൽ മലയാളത്തിന് നമുക്കൊക്കെ പറഞ്ഞ് ശീലം സ്വപ്നം എന്നാണ്. ഇപ്പോൾ പലരും സ്വപ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഋഗ്വേദ ഉച്ചാരണ പ്രകാരം സ്വപ്നം എന്നുള്ളതാണ്. പനിപ്പനതം അപ്പനസ്വതീം അശ്വിന. അപ്പോൾ അങ്ങനെയാണ് യുക്താക്ഷരത്തിൽ നകാരം ഉത്തരമായിട്ട് വരുമ്പോൾ ഹന എന്നുള്ളതും ന എന്നുള്ളതും അല്ലാത്തതൊക്കെ പ്രഥമൻ. എന്നാൽ അവിടെ ഒരു അപവാദമുണ്ട്. ഒരു ഹകാരത്തിന് ശേഷം സാധാരണ മഹന, അഹന എന്നൊക്കെ പറഞ്ഞല്ലോ, അവിടെ രണ്ട് ഇതിനൊരു അപവാദമുണ്ട്. ഹകാരത്തിന് ശേഷമാണെങ്കിലും ഹനുവേ ഹനുതയോ പ്രഥമ. ഈ രണ്ട് ഭാഗത്തിൽ ഹനു എന്നല്ല, ഹനുവേ ഹനുത ഏതൽ പൂർവവാക്യസ്യ അപവാദ. ഇപ്പം ഈ പറഞ്ഞത് മുമ്പ് പറഞ്ഞതിൻ്റെ അപവാദമാണ്. ഹനാനാവും അല്ലെങ്കിൽ ഇന്നാനാവും എന്ന് പറഞ്ഞതിൻ്റെ നഹിത്വാപൂഷൻ നതിമന്യ ആഘൃണേ നതേ സഖ്യമപഹനുവേ എന്നാണ്. അപ്പോൾ അപഹനുവേ എന്നല്ല അവിടെ. ന ദേവാനാം അഭിഹനുത, അവിടെ അതെ പ്രഥമനാണ്. ഇത്യേതയോർ നകാരസ്യ പ്രഥമത്വം. പിന്നെ അടുത്ത പ്രകരണമാണ് സന്ധ്യുൽപ്പന്ന പ്രകരണം. സന്ധിയുടെ ഫലമായിട്ട് ഒരു നകാരം ഉണ്ടാവും ചിലപ്പോൾ. അതിന് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അതാണ് പറയാൻ പോണേ. കാസുചിൽ സന്ധിഷു നകാര ഉൽപ്പദ്യത. ചില സന്ധികളിൽ നകാരം ഉൽപ്പാദിക്കപ്പെടുന്നു. താദൃശോൽപ്പന്ന നകാരേഷു കേജിൽ പ്രഥമ അന്യേ ദ്വിതീയ. കേജിൽ പ്രഥമ അന്യേ ദ്വിതീയ. അങ്ങനെ സന്ധ്യുൽപ്പന്നമായിട്ടുള്ള നകാരത്തിൽ ചിലവ പ്രഥമാണ്, ചിലവ ദ്വിതീയാണ്. അത് ഏതൊക്കെയാണെന്ന് പറയണം. തൽസംബന്ധേ ആണ് അതിനെപ്പറ്റിയാണ് ഈ വിഷയം പറയണേ. അച്ച് സന്ധ്യുൽപ്പന്നോ ദ്വിതീയ. അച്ച് സന്ധിയുടെ ഫലമായിട്ട് വരണ നകാരം ദ്വിതീയാണ് എന്നർത്ഥം. അച്ച് സന്ധ്യുൽപ്പന്നസ്യ നകാരസ്യ ദ്വിത്വോപി. അതിൻ്റെ ദ്വിത്വം, തസ്യ ദ്വിത്വേ ച, അത് ദ്വിത്വം ആവുമ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അചാ സന്ധേ ഹേതുന ഉൽപ്പന്നസ്യ നകാരസ്യ ദ്വിതീയത്വം. യഥാ യേന പിതൃൻ അചോദയ. പിതൃൻ അചോദയ. പിതൃൻ എന്ന് കഴിഞ്ഞിട്ട് ആ എന്നുള്ള അച്ച് ചേർക്കുമ്പോൾ പിതൃൻ അചോദയ. അല്ലെങ്കിൽ യഥായജ ഋതുഭിർ ദേവദേവാനേവ. ആ ദേവാൻ എന്ന് കഴിഞ്ഞ് ഏവ, അപ്പോഴും നകാരം വന്നു. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ദ്വിതീയായിട്ടാണ് നേവ. തസ്യ ദ്വിത്വേച്ച. ഇങ്ങനെ സന്ധ്യുൽപ്പന്ന നകാരത്തിന് ദ്വിത്വം വരുമ്പോൾ
അതിലും അതിന് ദ്വിതീയത്വമാണ് വരണേ. അച്ച് സന്ധ്യുൽപ്പന്നസ്യ നകാരസ്യ ദ്വിത്വേപി തസ്യ ദ്വിതീയത്വം യഥാ യന്നിവ യൻ ഇവ. അപ്പോൾ അവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ യന്നിവ ഒരു ദ്വിത്വം വന്നു, അവിടെയും ദ്വിതീയമായിട്ട് വേണം. ആയന്നാപ ആയന്നാപോയനമിച്ഛമാന, അവിടെയും ദ്വിത്വമുണ്ട്, അച്ഛന്ത്യുൽപ്പ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ദ്വിതീയ നകാരം ആയന്നാപ. പിന്നെ ഹൽ സന്ധ്യുൽപ്പന്ന ദ്വിത്വേ പ്രഥമ. ഹൽ സന്ധി കൊണ്ട് ചിലപ്പോൾ നകാരം വരും, അതിൻ്റെ ദ്വിത്വം വരുമ്പോൾ അത് ഇരട്ടിപ്പിക്കലാണെങ്കിൽ അത് പ്രഥമ നന്നായിട്ട് ഉച്ചരിക്കണം. കുത്രചിൽ ഹൽ സന്ധാവപി നകാരദ്വിത്വം ഉൽപ്പന്നം ഭവതി. ചില ദിക്കിൽ നകാരം ഇരട്ടിപ്പിക്കും, ദ്വിത്വം വരും ചില ഹൽസന്ധിയിൽ. താദൃശ നകാരസ്യ പ്രഥമത്വം, അങ്ങനെ വരുന്ന നകാരത്തിന് പ്രഥമം. യഥാ യന്നു നക്കി, അപ്പോൾ യൽ അല്ലെങ്കിൽ യം നു നക്കി. അപ്പോൾ യന്നു നക്കി എന്നല്ല, യന്നു നക്കി. യം നയലും യൽ നയലും യൻ നയലും. അടുത്ത പദം നൂന്നാവുമ്പോൾ യന്നു എന്ന് വരുമല്ലോ. അപ്പോൾ അവിടെ യന്നു എന്നല്ല, കാരണം ഹൽ സന്ധ്യോൽപ്പന്നമായിട്ടുള്ള ദ്വിത്വനകാരാണ്. അപ്പോൾ അങ്ങനത്തെ ദിക്കിലൊക്കെ പ്രഥമം ആയിട്ട് ഉച്ചരിക്കണം. യന്നു നക്കി, യന്നു നക്കി എന്നല്ല. നവമിന്ന കുംഭം തന്നു സത്യം ബഹുമാനസ്യാസ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞത് സന്ധി കൊണ്ടുണ്ടാവുന്ന നകാരത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അക്ഷരപ്രകരണം, ചില അക്ഷരങ്ങളുണ്ട്, അത് നകാരത്തോടു കൂടിയിട്ട് അത് എപ്പോഴും അല്ല, അതിൽ ഏതൊക്കെയാണ് പ്രഥമ നകാരം ഏതൊക്കെയാണ് എന്ന് പറയണം. കേച്ചിൽ നകാരവൽ അക്ഷരവിശേഷ, നകാരം ഉള്ള ചില പ്രത്യേക അക്ഷരങ്ങളുണ്ട്. പ്രഥമത്വേനൈവ ഉച്ചാരണീയ അത്തേ ഉച്യന്തേ. അത് നമുക്ക് പറയാം ഏതൊക്കെ അക്ഷരങ്ങളാണെന്നുള്ളത്. നവൃ നവ്ര നവ്യ ഏതേഷു, അതാണ് ഈ അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ നകാരസ്യ പ്രഥമത്വേന ഉച്ചാരണം. നവൃ നവ്ര നവ്യ, അതെ, അത് സന്ദർഭം ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണില്ല, ഏതായാലും അത് വരുന്നുണ്ട്. ചില പദസന്ധിയിലൊക്കെയാണ് വരണേ. അപ്പോൾ അതിൽ നിറ് എന്നുള്ള അക്ഷരം എപ്പോഴും പ്രഥമനാണ്. അതായത് നെറ് എന്ന് പറയില്ല, എപ്പോഴും നിറ് എന്ന് തന്നെ പറയുള്ളൂ. അതുപോലെ നവൃ നവ്ര നവ്യ അതൊക്കെ പ്രഥമത്വം നന്നായിട്ട് തന്നെയാണ് ഉച്ചരിക്കുക. ഇനി വൈകൽപ്പിക പ്രകരണം. ചില പദങ്ങൾ എല്ലാവരും ഒരുപോലെയല്ല. ഋഗ്വേദികൾ തന്നെ ഉപദേശം അനുസരിച്ച് അങ്ങനെ ആകെ 4-5 സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വികല്പം വരണ കാര്യങ്ങൾ പറയണം. ഋചി ചതുർഷു മന്ത്രാംശേഷു നകാരസ്യ വൈകൽപ്യാൽ പ്രഥമത്വം ദ്വിതീയത്വം വാ ഭവതി. ഋഗ്വേദത്തിൽ 4 മന്ത്രങ്ങളിൽ വികല്പമായിട്ട്, അതായത് നാനോ ആയിട്ട് ഉപദേശം വരുന്നുണ്ട്. അതാണ് പറയുന്നത്. വിനാശയൻ സഹിശ്രവസ്യു സദനാനി കൃത്രിമാക്ഷ്മയാവൃധാന ഓജസാ വിനാശയൻ. അതിൽ ചിലർ വിനാശയെന്നും ചിലർക്ക് വിനാശയെന്നും ഉപദേശമുണ്ട്. മന്ദിനിസ്പൃശ ഉദപ്രുതോ മന്ദിനിസ്പൃശ. ചിലർ മന്ദിനിസ്പൃശ എന്നും വേറെ ചിലർ മന്ദിനിസ്പൃശ എന്നും. പൃശ്നിനി പ്രേഷിതാസ, ചിലർ പൃശ്നിനി പ്രേഷിതാസ, ചിലർ പൃശ്നിനി പ്രേഷിതാസ.
പിന്നെ പ്രേഷിതാസ സപ്തനൂഷത അഭിവാണി ഋഷീണാം സപ്തനൂഷത, ചിലർ സപ്തനൂഷത സപ്തനൂഷത ഉപദേശവൽ. അപ്പോൾ ഈ ഏതേഷു പദേഷു യഥാക്രമം അന്തർഗതാനാം നാ നി ഇത്യേതേഷാം, നാ എന്ന് പറഞ്ഞാൽ വിനാശയൻ, പിന്നെ നി ബാക്കിയുള്ളതൊക്കെ നി മന്ദിനി സ്പൃശം പൃശ്നിനി പ്രേഷിതാസ നകാരാണാം സ്വഗുരൂപദേശവൽ പ്രഥമത്വം ദ്വിതീയം വാ കർത്തവ്യം. അപ്പോൾ അവനാണ് മുതലോറ വരുമ്പോൾ, മുതലോറയാണ് ആദ്യത്തെ ഉപദേശം, ആദ്യോപദേശം. ആ മുതലോറ എങ്ങനെയാണ് ചെയ്തിട്ടുള്ള വെച്ചാൽ അതേപോലെ തന്നെ ചെല്ലണം എന്നാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിക്കുകയാണെങ്കിലും എൻ്റെ മുതലോറ തെക്കേപ്പാടാണ് ഉണ്ടായത്. അപ്പോൾ ആ തെക്കേപ്പാടിൻ്റെ എങ്ങനെയാണ് എന്നെ ഈ മുതലോറ ചെയ്ത്, അപ്പോൾ അച്ഛൻ ചോദിച്ചു എങ്ങനെയാണ് തെക്കേപ്പാടിൻ്റെ ഈ പാഠം എന്ന് വെച്ചാൽ അതുപോലെയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഗുരുപദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുതലോറയാണ് നോക്കണ്ടേ, അല്ലാതെ പഠിപ്പിക്കുന്ന ആൾ എന്നും അല്ല. മുതലോറയിൽ എങ്ങനെയാണ് ഉണ്ടായി വെച്ചാൽ അതാണ് ആദ്യോപദേശം. അപ്പോൾ അതുപോലെയാണ് വേണ്ടത്. അപ്പോൾ അതാണ് ഈ നാനാഭേദം പറയുന്നതിൻ്റെ വിഷയം. ഇനി ഇതൊക്കെ ഈ പറഞ്ഞ ആ പുസ്തകം കൊടുക്കും. ഈ എന്തിനാണ് ഈ നകാരം ഇത്രയധികം നിഷ്കർഷയായിട്ട് പറയണേ എന്ന് ചോദിക്കാം. പ്രത്യേകിച്ചും ഈ മറ്റുള്ള നമ്മൾ പ്രദേശത്തുള്ള ഡിസംബർ അവിടെ ഒരു മിനിറ്റ് ഒരു നോട്ടൊന്ന് നോക്കണം, എന്നിട്ട് പറയാം. നാനാഭേദം. അപ്പോൾ ഇപ്പോൾ തമിഴ് സ്റ്റൈലോ കർണാടക സ്റ്റൈലിലോ ഒന്നും ഇവർക്കൊന്നും വലിയ നിഷ്കർഷുണ്ടെന്ന് നമുക്ക് തോന്നില്ല. ഇതായാലും നമ തഥാന അല്ലെങ്കിൽ നാരായണൻ ഇജാതിയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഇത്? കേരളത്തിൻ്റെ ഉച്ചാരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഉച്ചാരണം ചെയ്താൽ എന്താ ഇതിൻ്റെ ഗുണം, അല്ലെങ്കിൽ അതിൻ്റെ നിഷ്കർഷൻ എന്തിനാണ് എന്ന് പറഞ്ഞാൽ, ഈ പദച്ഛേദം എങ്ങനെയാണ് പദം എന്നറിയാൻ പല സന്ദർഭത്തിലും ഇത് വളരെ ഉപയോഗപ്രദമാണ്. അതിന് ഒരു ഉദാഹരണം, ചന എന്നുള്ള ചാനും ഒരു നകാരവും ചന. ചില ദിക്കിൽ ഋഗ്വേദത്തിൽ ചന എന്നും ചില ദിക്കിൽ ചന എന്നും ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ ചന ഇപ്പോൾ മാസ്മദ്രാതി കഥാ ചന എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ചന എന്നാണ് പറയണേ. ഏകാക്ഷരപദമാണ്. ഏകാക്ഷരപദം ആ പ്രകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് നാന്നുള്ളത് എപ്പോഴും പ്രഥമാണെന്ന്. അപ്പോൾ ചന എന്നാണ് ഉച്ചരിച്ചതെങ്കിൽ അത് അപ്പോൾ പദാദി അല്ല. അപ്പോൾ ചന ഒറ്റപ്പദമാണ് എന്ന് നമുക്ക് ഊഹിക്കാം. എവിടെയാണോ ചന എന്ന് പറയുന്നത് പ്രഥമൻ ആയിട്ട് ഉച്ചരിച്ചത് അവിടെ ച ന എന്ന് രണ്ട് പദമായിട്ട് ആണെന്ന് നമുക്ക് ഊഹിക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാസ്മദ്രാതി കഥാ ചന, അവിടെ ചന, അപ്പോൾ ഒറ്റപ്പദം. പിന്നെ ഈ പിതൃസൂക്തത്തിൽ 2 തവണ വരുന്നുണ്ട് ചനാന്ന്. യേ ചേഹ പിതരോ യേ ചനേഹ യശ്ച വിദ്മയ ഉ ചന പ്രവിദ്മ. അവിടെ ചാന്നും പിന്നെ നകാരാണ് വരണേ. അവിടെ 2 ദിക്കിലും പ്രഥമ ആയിട്ടാണ് ഉച്ചരിച്ചത്. അപ്പോൾ യേ ചേഹ പിതര യേ ച ന ഇഹ എന്നും യശ്ച വിദ്മ യ ഉ ച ന പ്രവിദ്മ. അങ്ങനെയാണ് പദങ്ങളുടെ പദച്ഛേദം. ഒരു ദിക്കിൽ ചന എന്നൊറ്റപ്പദം, മറ്റൊരു ദിക്കിൽ ച ന 2 പദമാണ് എന്നുള്ളത് ഇതുകൊണ്ട് ഈ ഉച്ചാരണം കൊണ്ട്
ക്ലിയറായി. യേ ചേഹ പിതരോ യേ ച നയ യേ ച ഇഹ പിതര, ഏതൊക്കെ പിതൃക്കളാണോ ഇവിടെ ഉള്ളത്, യേ ച ന ഇഹ ഇവിടെ ഇല്ലാത്തത്, അതായത് സാന്നിധ്യമുള്ളവരും സാന്നിധ്യം ഇല്ലാത്തവരും, യങ് ച വിദ്മ ആരൊക്കെയാണോ നമ്മൾ അറിയുന്നത്, യങ് ഉ ച ന പ്രവിദ്മ അറിയാത്തവരായിട്ടുള്ള, അതായത് പിതൃക്കൾക്ക് തർപ്പിക്കേണ്ട ഒരു മന്ത്രമാണ് അതിൻ്റെ ഇത് പറയാണ്. അപ്പോൾ ഇവിടെയുള്ള സാന്നിധ്യം ഉള്ളവരും സാന്നിധ്യം ഇല്ലാത്തവരും, ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരും അവർക്കൊക്കെ തർപ്പിക്കുന്നു എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ ച ന ഇഹ ച ന പ്രവിദ്മ. അപ്പം അത് ഒരു ഉദാഹരണം. പിന്നെ ഒരു നാനും ഒരു നകാരം ഒരു വ എന്നും ന്ത എന്നുള്ള ആ അക്ഷര സമൂഹം രണ്ട് ദിക്കിൽ വരുന്നുണ്ട്. ന വ ന്ത അത് രണ്ട് ദിക്കിലും രണ്ട് തരത്തിലാണ് ഉച്ചരിക്കണം. ഒരു ദിക്കിൽ നവന്ത, ഒരു ദിക്കിൽ നവന്ത. ഏതൊക്കെയാണ്? സമത്രഗാവോഭിതോ നവന്ത, സമത്രഗാവോഭിതോ നവന്ത, അവിടെ നവന്ത. പിന്നെ ഋതേനാദ്രിംഭ്യസൻഭിദന്ത സമങ്കിരസോ നവന്ത, അവിടെ നവന്ത എന്നാണ്. അപ്പോൾ എന്തായി? പദം എന്താന്ന് ക്ലിയറായി. സമത്രഗാവോഭിതോ, അവിടെ പദങ്ങൾ സം അത്ര ഗാവ അഭിത എന്ന് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നവന്ത എന്നാണ്. അപ്പോൾ അത് ന എന്ന് പദാദിയാണ്. അപ്പോൾ അതുകൊണ്ട് ന എന്നുള്ളത് കേട്ടാൽ അത് പദാതി അല്ല തീരുമാനമായി. അപ്പോൾ അനവന്ത എന്നുള്ള ഒരു അകാരം ഒളിപ്പിച്ചിട്ടുണ്ട്. അതായത് അഭിത അനവന്ത രണ്ടായാലും സന്ധിപ്രകാരം സംഹിത അഭിത നവന്ത എന്നായാലും അഭിത അനവന്ത എന്നായാലും കൂട്ടിച്ചേർക്കുമ്പോൾ അഭിതോ പിന്നെ നവന്താന്നോ അഭിതോ അനവന്താന്നോ. നവന്ത എന്ന് വെച്ചാൽ അഭിതോ നവന്ത, അല്ലെങ്കിൽ അനവന്ത എന്നാണെങ്കിൽ അഭിതോ അനവന്ത. എഴുതുമ്പോൾ ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ നവന്ത എന്നാണോ അനവന്ത എന്നാണോ എന്നുള്ളത് മനസ്സിലായി. കാരണം ഞാനാണ് അവിടെ ഉച്ചരിക്കണത്. അപ്പോൾ അതൊരു പദാതി ആവില്ല. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ആന്നുണ്ട് എന്ന് അവിടെ തീരുമാനമായി. സമത്രഗാവോഭിതോ നവന്ത. ഇതുപോലെ തന്നെ മറ്റേ സന്ദർഭത്തിൽ ഹൃദയനാദ്രിം ദിവസൻ സമങ്കിരസോ നവന്ത എന്നാണ്. അപ്പോൾ അങ്കിരസ എന്ന് കഴിഞ്ഞ് അങ്ങനെ ഈ തിയറി അറിയാത്തവർക്ക് സംശയമാവാം, നവന്താന്നോ ആണോ അനവന്താന്നോ എന്ന്. അപ്പോൾ പക്ഷെ നവന്ത എന്നാണ് അവിടെ ഉച്ചാരണം. അപ്പോൾ അത് നവന്ത എന്നേ ഉള്ളൂ. അനവന്ത എന്നുണ്ടെങ്കിൽ അവിടെയും അതെ അങ്കിരസോ നവന്ത എന്നാണ് വരേണ്ടത് അവിടെ. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ടാമത്തെ സന്ദർഭം. ഇനി വൃജീവന്ത ശരവേ പത്യമാന പാത്രാഭിന്ദാനാന്യർത്ഥാന്യായൻ, ഭിന്ദാനാന്യർത്ഥാന്യായൻ എന്നാണ് നമ്മുടെ സംഹിത വരണത്. അപ്പോൾ ഭിന്ദാനാന്യർത്ഥാനി, ഭിന്ദാന പിന്നെ നകാരം യകാരം. അപ്പോൾ രണ്ട് തരത്തിൽ പദം മുറിക്കാം. ഭിന്ദാനാനി അല്ലെങ്കിൽ ഭിന്ദാനാന്യർത്ഥാനി. ഭിന്ദാനാനി അർത്ഥാനി. അപ്പോൾ ഭിന്ദാനാന്യർത്ഥാനി അല്ലെങ്കിൽ ഭിന്ദാനാന്യർത്ഥാനി. അപ്പോഴും അക്ഷരങ്ങളൊക്കെ തന്നെ ഭിന്ദാനാന്യർത്ഥാനി. അപ്പോൾ ഇവിടെ സംഹിതയിൽ ഭിന്ദാനാന്യർത്ഥാനി എന്നാണ്. അപ്പോൾ അന്യ എന്നുള്ളത് കൊണ്ട് അത് ഒരു നകാരം പ്രഥമാണ്, അതൊരു പദത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭിന്ദാനാന്യർത്ഥാനി എന്നാണ്, അല്ലാതെ ഭിന്ദാനാനി അർത്ഥാനി എന്നാൽ അല്ല എന്ന് മനസ്സിലാക്കാം. ഭിന്ദാനാനി അർത്ഥാനി. അതുപോലെ ഇതേപോലെ തന്നെയാണ് ത്രിംശൽ പദാന്യക്രമീൽ. ത്രിംശൽ പദാന്യക്രമീൽ എന്നാണെങ്കിൽ പദാനി അക്രമീൽ.
പദാന്യക്രമയിൽ എന്നായാൽ പദാനി അക്രമയിൽ, 30 സ്റ്റെപ്പ് ഇങ്ങനെ ക്രമണം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പദാനി എന്നാണെങ്കിൽ ത്രിംശൽ പദാന്യക്രമയിൽ, പദാനി അക്രമി എന്നാണെങ്കിൽ പദാന്യക്രമയിൽ. അപ്പോൾ അതാണ് അവിടെ പദങ്ങളൊക്കെ ക്ലിയർ ആവും. ഉഷാസാനക്ത എന്നുള്ളൊരു പദമുണ്ട്. ഒരു ദിക്കിൽ ഉഷാസാനക്ത എന്ന ഒറ്റ പദം, ചില ദിക്കിൽ ഉഷാസാ നക്തം, അങ്ങനെ. ആ പശുങ്കാസി പൃഥിവീം വനസ്പതീൻ ഉഷാസാ നക്തമോഷധീ. അപ്പോൾ ആ നക്തം, ഉഷസാ നക്തം ഒരു പദാദിയാണ്, അതുകൊണ്ട് നക്തം ആണെന്ന് മനസ്സിലായി. പല ദിക്കിലും ഉഷാസാനക്ത. അപ്പോൾ ഉഷാസാനക്ത എന്നാണെങ്കിൽ ഒറ്റപ്പദമാണ് ഉഷസാനക്ത. ഉഷാസാ നക്തം എന്നാണെങ്കിൽ ഉഷസാ നക്തം എന്ന് 2 പദമാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഏതാനും ഉദാഹരണങ്ങൾ തന്നു എന്നേ ഉള്ളൂ. ഇതേപോലെ നിരവധി സന്ദർഭങ്ങളിൽ ഈ പദച്ഛേദം ശരിക്ക് ചെയ്യാൻ, വേണ്ട പോലെ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ നകാര നകാര ഭേദ ഉച്ചാരണം. സമയം എന്തായി? 1 മണിക്കൂറായി. കുറച്ച് നീണ്ടുപോയി. അത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് അറിയാൻ പറ്റില്ല. കാരണം വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു എക്സ്പോസിഷനായിരുന്നു. സബ്ജക്റ്റ് അങ്ങനെയാണ്. വേദം നല്ലോണം പ്രയോഗിക്കുന്നവർക്ക് തന്നെ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. എന്തായാലും ഇനി ഇതേപോലെ ഒരു ഇൻറ്ററാക്ഷനോ അല്ലെങ്കിൽ എക്സ്പോസിഷൻ ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടിയും ലൈറ്റായിട്ട്, കുറച്ചും കൂടിയും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നൊരു വിഷയം. ഇപ്പോൾ ചിലർക്ക് ബോറടിച്ചുണ്ടാവും, അല്ലെങ്കിൽ ഇത് നമ്മുടെ തലയിൽ കയറാത്ത സാധനമാണ് ചിലർക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു വിഷയം എടുക്കാം എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ക്ഷമാപണം ചെയ്തുകൊണ്ട് ഇത് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.